ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് SBI PO പ്രിലിംസിന്റെ റീസണിങ് സെക്ഷനിലാണ്. അപ്പോൾ ഞാൻ ഇത് ടൈമർ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇത് അപ്രോച്ച് ചെയ്യേണ്ട രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈമർ വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഓടിപ്പോകാനേ പറ്റത്തുള്ളൂ. സോ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നാണ് ഞാൻ കരുതുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പസിലാണ്. അതും എന്താണ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇതൊരു പോലീസ് ഫോഴ്സിനെ കുറിച്ചും ഡിഫറെന്റ് ഡെസിഗ്നേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡെസിഗ്നേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പസിലാണിത്. എന്താണ് ഡെസിഗ്നേഷൻസ്? DGP, IG, കമ്മീഷണർ, ACP, SP, DSP, CI ആൻഡ് SI. ഇങ്ങനെയാണ് അതിന്റെ ഹൈറാർക്കി പോകുന്നത്. അപ്പോൾ DGP ആണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആള്. അത് കഴിഞ്ഞിട്ടാണ് DGP ആണ് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആള്. അത് കഴിഞ്ഞിട്ട് ആരാണ് വരുന്നത്? IG വരും. ഒരു സെക്കൻഡ്. DGP, അത് കഴിഞ്ഞിട്ട് IG, കമ്മീഷണർ, അത് കഴിഞ്ഞിട്ട് ACP, then SP, DSP, CI ആൻഡ് SI. ഇങ്ങനെയാണ് നമ്മളുടെ ഡെസിഗ്നേഷൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സീനിയർ മോസ്റ്റ് ആളെ വേണം ഏറ്റവും മുകളിൽ എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. SI ആണ് ജൂനിയർ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. S is 3% senior to the one who is immediate junior to Q. S is 3% senior to the one who is immediate junior to Q. Qന് ഇമ്മീഡിയറ്റ് ജൂനിയർ ആയിരിക്കുന്ന ആളുടെ 3% സീനിയർ ആണ് ആര്? S. Qന് ഇമ്മീഡിയറ്റ് ജൂനിയർ ആയിട്ടിരിക്കുന്ന ആളുടെ 3% സീനിയർ എന്ന് പറഞ്ഞാൽ അതിനും ഈ Sനും ഈ പറഞ്ഞ ആൾക്കും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. As many persons are senior to Q as junior to M. നമുക്ക് പെട്ടെന്ന് ഒരു ഡെഫിനറ്റ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യവും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു പസിലിന്റെ അകത്തോട്ട് ഇത് എഴുതാത്തത്. നമുക്ക് ജസ്റ്റ് സൈഡിലൊന്ന് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് എഴുതാം. Then as many persons are senior to Q as junior to M. അങ്ങനെ പറയുന്നുണ്ട്. Then M is junior to ACP. ഒരു പോയിന്റ് കിട്ടി. എന്താണ്? M is junior to ACP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ M ACPക്ക് ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവാം? M SP ആവാം. M SP ആവാം, അതുപോലെ തന്നെ M DSP ആവാം, M CA ആവാം, അതുപോലെ തന്നെ M SI ആവാം. നമുക്ക് എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പെട്ടെന്ന് പോസിബിലിറ്റീസ് ഇല്ലാണ്ട് പെട്ടെന്ന് കയറി ചെയ്യണം എന്നൊന്നുമില്ല. അറിയാവുന്ന പോസിബിലിറ്റീസ് പെട്ടെന്ന് എഴുതുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ഒരു ക്ലാഷ് ഒഴിവാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ എമ്മിന്റെ ഇത് സ്ഥലം കിട്ടിയപ്പോഴേക്കും നമുക്ക് എന്തെന്ന് എഴുതാം? ആസ് മെനി പേഴ്സൺസ് ആർ സീനിയർ ടു Q ആസ് ജൂനിയർ ടു M എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് വരുന്നത്? ആസ് മെനി പേഴ്സൺ സീനിയർ ടു M. അപ്പൊ എമ്മിന് താഴോട്ടുള്ള ആളും Qന് മുകളിലോട്ടുള്ള ആളും സെയിം ആണെന്നാണ് പറയുന്നത്. 1, 2, 3 എമ്മിന് താഴെ, അപ്പൊ 1, 2, 3 Qന് മുകളിൽ, 1, 2 എമ്മിന് താഴെ, ഇവിടെ Qന് മുകളിൽ. എമ്മിന് ഒരാള്, Qനും ഒരാള്, എമ്മിന് ആരുമില്ല, Qനും ആരുമില്ല. ഇങ്ങനെ വന്നു. അടുത്ത എന്താണ്? Q ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ എന്താണ്? Q ഒരാൾ വിട്ടിട്ട് S ഇവിടെ വരണം, Qന് ഒരാള് ഗ്യാപ്പ് S ഇവിടെ വരണം, Qന് ഒരാൾ ഗ്യാപ്പ്, അത് പറ്റില്ല, ഇതും പറ്റില്ല. അപ്പൊ ആ രണ്ട് പോസിബിലിറ്റി അവിടെ വെച്ച് കട്ടായിപ്പോയി. ദെൻ നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു L is 2 less than ജൂനിയർ ടു P. ആ ഒരു ഇത് അവിടെ നിൽക്കട്ടെ. ദെൻ P is ജൂനിയർ ടു R. Rന് ജൂനിയർ ആണ് P എന്ന് പറയുന്നുണ്ട്. അടുത്ത എന്താണ്? ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ L ആൻഡ് O who is senior to N. ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ L ആൻഡ് O. Lനും Oയ്ക്കും ഇടയിൽ ഓഡ് നമ്പർ ഓഫ് പീപ്പിൾസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? O എന്ന് പറയുന്നത് Nന് സീനിയർ ആണെന്നും പറയുന്നുണ്ട്. ആ ഒരു പോസിബിലിറ്റിയിലോട്ട് നമുക്ക് പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. എന്താണ്? ആസ് മെനി പേഴ്സൺസ് ആർ സീനിയർ ടു L is 2 less than ജൂനിയർ ടു P. ഇപ്പൊ Lന് നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു L എന്ന് പറയുന്നത് 2 less than ആണ് എന്ത്? ജൂനിയർ ടു P. അതായത് Lന് മുകളിലുള്ള ആൾക്കാർ 2 ആണെങ്കിൽ Pയുടെ താഴെയുള്ള ആൾക്കാർ എത്ര ആയിരിക്കണം? 4 ആയിരിക്കണം. ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇപ്പൊ Lനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ Pക്ക് താഴെ 4 പേര് വരണം. പക്ഷെ Pക്ക് താഴെ 4 എന്ന് വരാനുള്ള പോസിബിലിറ്റി നമ്മുടെ ഇവിടെ പറ്റില്ല. അതുകൊണ്ട് അത് പറ്റില്ല, അവിടെ Lനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ദെൻ L ഇവിടെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ L ഇവിടെ കൊടുത്തിട്ട് P നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ സീനിയർ ടു L is 2 less. അപ്പം ആ ഒരു പോസിബിലിറ്റി പറ്റില്ല. ദെൻ Lനെ ഇവിടെ നോക്കാം. Lനെ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3, 4, 5 എന്നുണ്ട്. അപ്പോൾ 5 പേര് ഉള്ളത് കുറവാണ് ജൂനിയർ. അപ്പോൾ 5 പേര് കുറവാകുമ്പോൾ Pന് 2 പേരും കൂടെ കൂടുതൽ വരണം. അപ്പൊ 7 വരണം. 1, 2, 3, 4, 5, 6, 7. അപ്പൊ ആ ഒരു പോസിബിലിറ്റി പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് Lനെ ഇവിടെ കൊടുക്കാം. ആൻഡ് Pന് ജൂനിയർ ആയിട്ട് 7 പേരുണ്ടെന്നും പറയുന്നുണ്ട്.
പി ഈസ് ജൂനിയർ ടു ആർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോസിബിലിറ്റി പറ്റില്ല. ആറിന് ജൂനിയർ ആണ് പി. ഇപ്പൊ പിക്ക് മുകളിൽ ആരെയും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പോസിബിലിറ്റി പറ്റില്ല. ഓക്കെ, ആ ഒരു പോസിബിലിറ്റി പറ്റില്ല, അത് നമ്മൾ കളഞ്ഞു. അടുത്തത് എന്താണ്, എല്ലിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 6ന് 2 ലെസ് ആണ്. അപ്പൊ 6ന് 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 8 8 എന്ന് പറയുന്ന പോസിബിലിറ്റിയെ പറ്റില്ല. അപ്പൊ എല്ലിനെ നമുക്ക് ഇവിടെ ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി ഈ ഭാഗത്ത് നോക്കാം. എൽ ദ നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു എൽ ഈസ് 2 ലെസ്. ഇപ്പൊ എല്ലിനെ നമ്മൾ ഇവിടെ കൊടുക്കുവാണെങ്കിൽ 2 ലെസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 കുറവാണ്. അതായത് 1 ഇപ്പോൾ ഉള്ളൂ, 2 കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരിക്കണം പിന് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ എല്ലിനെ ഇവിടെ കൊടുത്തു, പിനെ അവിടെ കൊടുത്തു. ഓക്കെ, then P is junior to R. ആ ഒരു പോസിബിലിറ്റിയും പറ്റുന്നുണ്ട്. അടുത്ത എന്താണ്, ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ എൽ ആൻഡ് ഒ ഹു ഈസ് സീനിയർ ടു എൻ. എല്ലിനും ഒയ്ക്കും ഇടയിൽ ഓഡ് നമ്പർ ഓഫ് പീപ്പിൾ വരണം, അയാൾ എന്നിനേക്കാൾ സീനിയറും ആയിരിക്കണം. പക്ഷെ ഒ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 2 3 4 അത് ഈവൻ ആണ്, ആ ഒരു പോസിബിലിറ്റി നടക്കില്ല. അപ്പൊ നമുക്ക് അതും എല്ലിനെ ഇവിടെ പ്ലേസ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, എല്ലിനെ നമുക്ക് അവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്ക് എല്ലിനെ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 4 പ്ലസ് 3 പ്ലസ് 2 6 വരണം. 1 2 3 4 5 6 പിന്നെ ഇവിടെ കൊടുക്കാം, എല്ലിനെ ഇവിടെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലിനും ഒയ്ക്കും ഇടയിൽ ഒരാള് ഓഡ് നമ്പറായി, എൻ എന്ന് പറയുന്നത് സീനിയർ. ഓക്കെ, ഇത് പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് ഹൗ മെനി പേഴ്സൺസ് ആർ സീനിയർ ടു എസ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുന്നു, അപ്പൊ ഒറ്റ ചെയ്യുന്നുള്ളൂ, കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ. ഹൗ മെനി പേഴ്സൺസ് ആർ സീനിയർ ടു എസ്, ആസ് മെനി പേഴ്സൺ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. അതെ അല്ലേ, കാരണം അതെ, ഓപ്ഷൻ കറക്റ്റ് ആണ്. ആസ് മെനി പേഴ്സൺ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി ആണ്. കാരണം എന്താണ്, എസിന് മുകളിൽ ആരുമില്ല, അപ്പൊ ക്യൂനും പിക്കും ഇടയിലും ആരുമില്ല. ഓക്കെ, സോ അങ്ങനെയാണ് ആ ഒരു പസിൽ സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അടുത്ത എന്താണ്, ഒരു റെക്ടാങ്കുലർ ടേബിളിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത എന്താണ്, 6 പേഴ്സൺസ് ആർ സിറ്റിംഗ് അറൌണ്ട് എ റെക്ടാങ്കുലർ ടേബിൾ ഫേസിംഗ് ടുവേർഡ് സെന്റർ. സെന്ററിനെ ഫേസ് ചെയ്ത് ഒരു റെക്ടാങ്കുലർ ടേബിൾ, ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ആ ഒരു ടേബിൾ അവിടെ വരച്ചു കഴിഞ്ഞിരിക്കണം. ഓക്കെ, then rectangular table facing towards center but not necessarily in the same order. 2 persons sit on each longer side while okay, rectangular ആണ്. wait rectangular ആവുമ്പോൾ സ്ക്വയർ പോലെ ആവുമ്പോൾ ഓക്കെ, ലോങ്ങർ സൈഡും ഷോർട്ടർ സൈഡും പറയേണ്ടതുകൊണ്ടാണ്. അപ്പോൾ റെക്ടാങ്കുലർ ആണ്. ഓക്കെ, ദെൻ 2 പേഴ്സൺ സിറ്റ്സ് ഓൺ ഈച്ച് ലോങ്ങർ സൈഡിൽ 2 ആൾക്കാരും ആൻഡ് 1 പേഴ്സൺ സിറ്റ് ഓൺ ഈച്ച് ഷോർട്ടർ സൈഡ്. ലോങ്ങർ സൈഡിൽ 2 ആൾക്കാരും ഷോർട്ടർ സൈഡിൽ ഓരോ ആൾക്കാരും. ഡി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് വൺ ഹു ലൈക്സ് റെഡ് കളർ ബട്ട് ബോത്ത് ഓഫ് ദം സിറ്റ് ഓൺ ഡിഫറെന്റ് സൈഡ്സ്. എന്താണ്, റെഡ് കളറിന് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെയാണ് റെഡ് കൊടുക്കുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിട്ട് ഡീനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ രണ്ടിടത്തും കൊടുക്കത്തില്ല, കാരണം സെയിം ലെങ്ത് ഉള്ളിടത്തല്ല, ഡിഫറെന്റ് സൈഡ്സിലാണ്. അതുപോലെ തന്നെ വേറൊരു പോസിബിലിറ്റി എന്താണ്, ഇവിടെ റെഡ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിട്ട് ഡീനെ ഇവിടെ കൊടുക്കുക. അപ്പൊ 2 ലെങ്ത് ആയി. ഓക്കെ, 1 person sits between D and A who sits immediate right of one who likes white color. 1 person sits between D and A. D and Aക്ക് ഇടയിൽ ഒരാള്, then who sits immediate right of white color. അപ്പം എനെ ഇവിടെ വെക്കുവാണെങ്കിൽ റെഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് പറ്റില്ല. അപ്പം D and A who sits immediate right of white color. വൈറ്റ് കളറിന് ഇമ്മീഡിയറ്റ് റൈറ്റ്. ഓക്കെ, അങ്ങനെ വന്നു. then D and A കൊടുത്താൽ D and A who sits immediate right of, അവിടെ എനെ പറ്റില്ല. D and A who sits immediate right of white color. Okay, വന്നു. Then F sits 2 places away from A. 2 places away from A എന്നാണ് പറയുന്നത്. എഫിനും എക്കും there are 2 persons between F and A എന്ന് പറയുവാണെങ്കിൽ 2 എടുക്കണം. F sits 2 places away from A എന്ന് പറയുമ്പോൾ എഫിനും എക്കും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ എഫിനും എക്കും ഇടയിലുള്ള ഗ്യാപ്പ് ഇവിടെ ഒരു 1 വരാം, ഇവിടെ എഫ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ എഫിനും എക്കും ഉള്ള ഗ്യാപ്പ് ഇവിടെ വരാം, പക്ഷെ അവിടെ ഡി ഓൾറെഡി ഒക്കുപ്പൈഡ് ആണ്, അതുകൊണ്ട് പറ്റില്ല. സോ എഫിന് ഇവിടെ കൊടുക്കാം. എഫിനും എക്കും ഇടയിൽ ഇത് പറ്റില്ല, ദെൻ എഫിനും എക്കും എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഓക്കെ, then E sits immediate right of one who likes black color. അതുപോലെ തന്നെ ഈ neither likes white nor red color. രണ്ടെണ്ണം ഒരുമിച്ച് വായിച്ച് നോക്കുക. E sits immediate right of black color. ബ്ലാക്ക് കളറിന് ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് E. അപ്പോൾ ഇതിനെ ബ്ലാക്ക് കൊടുത്താൽ ഇവിടെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് കൊടുക്കണമെങ്കിൽ ഇവിടെ വൈറ്റ് ആണ്, അത് പറ്റില്ല. ഈ വൈറ്റ് അല്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെന്താണ്, നമ്മുടെ എന്താണ്, E sits ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് എന്താണ് ഈ കൊടുക്കാൻ പറ്റില്ല, കാരണം ഈ റെഡ് അല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് ഇ പറ്റില്ല, ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് ഇ പറ്റില്ല. ദെൻ ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് ഇനെ കൊടുക്കാം. ഓക്കെ,
അത് പറ്റി. ദെൻ 2 persons is between E and one who likes orange color. രണ്ട് പേർ ഇക്കും ഇതിനും ഇടയിൽ ഓറഞ്ച് ഇക്കും കണ്ടോ ഈ 2 persons sits എന്ന് പറയുമ്പോൾ അവിടെ രണ്ടും എഫ് സിറ്റ്സ് 2 places away from എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും. അതാണ് ആ ഒരു ഡിഫറൻസ്. ഓക്കെ, ദെൻ 2 persons sit between E and one who likes orange color എന്ന് പറയുമ്പോൾ ഓറഞ്ച് ഇവിടെ വന്നു. ഓക്കെ, ദെൻ നെയ്തർ എ നോർ ഇ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു സി. സി ഇനി ലെഫ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ നെയ്തർ എ നോർ ഇ, അപ്പോൾ ഇവിടെ സി വരില്ല. ദെൻ സീനെ ഇവിടെ കൊടുക്കാം. ദെൻ ഇയും ഇരിക്കുന്നില്ല, എയും ഇരിക്കുന്നില്ല, അപ്പോൾ സീനെ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഡി ഡസൻ ലൈക്ക് പിങ്ക് കളർ എന്നും പറയുന്നുണ്ട്. എ ബി ഇവിടെ കൊടുക്കുക. സി ഡി ഇ എല്ലാം നമ്പർ പേരുകളെല്ലാം ഓക്കെ. ദെൻ പിങ്ക് ആണ്. ഡി ഡസൻ ലൈക്ക് പിങ്ക് കളർ എന്ന് പറയുമ്പോൾ ഇന് പിങ്ക് കളർ കൊടുക്കാം. ഇവിടെ വന്നിട്ട് എ ഐ ബി ഇവിടെ കൊടുത്തു, സി ഡി ഇ എഫ് ഐ. ദെൻ പിന്നെന്താണ് പറയുന്നത്, നെയ്തർ എ നോർ ഈ സിറ്റ് ഓപ്പോസിറ്റ് ടു സി. ഓക്കെ, ഇവിടെ തന്നെ അത് കട്ടായിപ്പോയി. നെയ്തർ എ നോർ ഈ സിറ്റ് ഓപ്പോസിറ്റ് ടു സി. കണ്ടോ, അത് തന്നെ നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കട്ടായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ അറേഞ്ച്മെന്റ്. അറേഞ്ച്മെന്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ലൈക്ക് റെഡ് കളർ. റെഡ് കളർ ഇവിടെ ആർക്കാണ് ഇഷ്ടം? ബി. ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ടില്ല. അപ്പൊ എന്താണ്, ദ വൺ ഹു സിറ്റ്സ് ഓപ്പോസിറ്റ് ടു സി ആണോ? അല്ല. എ ആണോ? അല്ല. ദ വൺ ഹു സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ഇ ആണോ? അതെ, വൺ ഹു സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ഇ ആണ്. ഓക്കെ, അതാണ് ആൻസർ. നമുക്ക് ഇതിന്റെ കണ്ടോ കറക്റ്റ് ആയിട്ട് വന്നു. ഇ പിങ്ക്, എ ബ്ലാക്ക്, സി വൈറ്റ്, എഫ് ഓറഞ്ച്, റെഡ്, ബ്രൗൺ. ഡി ലെഫ്റ്റ് ആയിട്ടുള്ള എന്താണ്? ബ്രൗൺ. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു പസിൽ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതും ഒരു 5 ക്വസ്റ്റ്യൻസ് കാണും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 8 persons M, N, O, P, Q, R and S and T brought car on 2 different dates. ഓക്കെ, അപ്പോൾ ഡേറ്റ് ബേസ് ചെയ്തിട്ടുള്ള, മന്തും ഡേറ്റും ബേസ് ചെയ്തിട്ടുള്ള ഒരു പസിലാണ്. അപ്പോൾ ഇവിടെ 2 ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം. ഓക്കെ, നമ്മളപ്പോൾ എന്താണ്, 2 ഏപ്രിലിന് 2 എണ്ണം, മെയ്ക്ക് 2 എണ്ണം, ജൂണിന് 2 എണ്ണം, ജൂലൈ. മെയിൻ ആയിട്ട് ചെയ്യേണ്ട, ആദ്യം കിട്ടുന്ന മന്തുകൾ കറക്റ്റ് ആയിട്ട് ആ ഒരു അതിന്റെ ആ ഒരു കറക്റ്റ് രീതിയിൽ എഴുതുക. ദെൻ ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ മന്ത് എഴുതാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പിന്നെ കട്ട് ചെയ്ത് വരയ്ക്കേണ്ടി വരും. അതൊക്കെ ടൈം ലോസ് ആണ്. ഓക്കെ, അങ്ങനെ അത് വരയ്ക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ടതാണ് ഏപ്രിൽ എത്ര ഡേയ്സ് ഉണ്ട്, മെയ് എത്ര ഡേയ്സ് ഉണ്ട്. കാരണം 30 ഡേയ്സ് 31 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് എടുക്കാൻ ഒരു പാടായിരിക്കും. പെട്ടെന്ന് പിന്നെയും പോകേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിട്ട് വരും. അടുത്തത്, ആസ്മിനി ഓ ബോട്ട് ദ കാർ ഓൺ ആൻ ഈവൻ നമ്പർ ഡേറ്റ് ഓഫ് ദ മന്ത് ഹാവിംഗ് 31 ഡേയ്സ്. കണ്ടോ, 31 ഡേയ്സ് ഉള്ളതിൽ ഈവൻ ഡേറ്റിലാണ് ആര് ഓ കാർ മേടിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റി. ദെൻ 31 ഡേയ്സ് ഉള്ളത്, സോറി അവിടെ അല്ല, ഓക്കെ, 31 ഡേയ്സ് ഉള്ളതിൽ ആണ് ഈവനിലാണ് ഓ കൊടുക്കുക. ഓക്കെ, ദെൻ ആസ് മെനി പീപ്പിൾ ബോട്ട് ദ കാർ ബിഫോർ ഓ ആസ് ആഫ്റ്റർ. ഓ ബിഫോർ 2, അപ്പൊ എന്നിന് ആഫ്റ്റർ. ഓക്കോ 1, എന്നിന് 1. ഓക്കെ, എം ബോട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആർ ബട്ട് ബോട്ട് ഇൻ ഡിഫറെന്റ് മന്ത്സ്. എം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആർ ആണ്, പക്ഷെ ഡിഫറെന്റ് മാസത്തിലാണ്. അപ്പൊ നോക്കാം, മെയ് ഇവിടെ രണ്ടും ഡിഫറെന്റ് മാസമല്ല. അപ്പൊ ആറിനെ ആദ്യം കൊടുക്കുക, എം കൊടുക്കുക. ഇവിടെ പറ്റില്ല, കാരണം സെയിം മാസമാണ്. ഇത് പറ്റില്ല, സെയിം മാസമാണ്. പക്ഷെ ഇവിടെ നമുക്ക് കൊടുക്കാം, ഡിഫറെന്റ് മാസമാണ്. അത്രേ പറ്റത്തുള്ളൂ. അടുത്തത്, ആസ് മെനി പീപ്പിൾ ബോട്ട് ദ കാർ ബിറ്റ്വീൻ എം ആൻഡ് ക്യൂ ആസ് ബിറ്റ്വീൻ ആർ ആൻഡ് പി. എമ്മിനും ക്യൂവിനും ഇടയ്ക്കുള്ള അത്രയുമാണ് ആറിനും പിക്കും ഇടയിൽ വന്നിട്ടുള്ളത്. പി ബോട്ട് ദ കാർ ആഫ്റ്റർ ക്യൂ. ക്യൂവിന് ശേഷമാണ് പി. ക്യൂവിന് ശേഷമാണ് പി. ക്യൂവിന് ശേഷമാണ് പി. അപ്പൊ എന്താണ്, എമ്മും ക്യൂവും ഇപ്പോ എന്താണ് 3 എടുക്കുന്നതെന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. എമ്മിനും ക്യൂവിനും ഇടയിൽ 3 ആണെന്നുണ്ടെങ്കിൽ ആറിനും പിനും ഇടയിൽ 3 വരണം. അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് പി എന്ന് അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഓക്കെയാണ്. ദെൻ പിന്നെ പറയുന്നുണ്ട് ക്യൂ ഹൂ. അപ്പൊ ക്യൂ ഹൂ എന്ന് പറയുമ്പോൾ ക്യൂവിനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ക്യൂ ഹൂ ഡിഡിൻ ബൈ ഇമീഡിയറ്റ്ലി ബിഫോർ ഓ. ക്യൂ എന്ന് പറയുന്നത് ഇമീഡിയറ്റ്ലി ബിഫോർ ഓ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ക്യൂ ഇവിടെ വരാൻ ചാൻസ് ഇല്ല. അപ്പൊ പിന്നെ ക്യൂ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ദെൻ പി എന്ന് പറയുന്നത് ക്യൂവിന് ശേഷം എന്ന് പറയുന്നുണ്ട്, അവിടെ കൊടുത്തു. ദെൻ എസ് ബോട്ട് ദ കാർ ആഫ്റ്റർ ടി ബട്ട് നൺ ഓഫ് ദം ബോട്ട് ഇൻ ജൂലൈ. ടിക്ക് ശേഷമാണ് ബട്ട് നൺ ഓഫ് ദം ബോട്ട് ഇൻ ജൂലൈ. പക്ഷെ പറ്റില്ല, ജൂലൈ പറ്റില്ല. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി തെറ്റാണ്. ദെൻ ഈ ഒരു പോസിബിലിറ്റി നോക്കാം. രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകുമ്പോൾ പിന്നെ സമയം പോകും. ഓക്കെ, ദെൻ ആസ് മെനി പീപ്പിൾ ബോട്ട് ദ കാർ ബിറ്റ്വീൻ എം ആൻഡ് ക്യൂ. ഇത് നോക്കാം, എം ആൻഡ് ക്യൂ. ഓക്കെ, എം ആൻഡ് ക്യൂ ആസ് ബിറ്റ്വീൻ
എം ആൻഡ് ക്യൂ നമുക്ക് ഇവിടെ ക്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ആൻഡ് പി ഇവിടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിലും ജൂലൈ ഇവിടെ ഗ്യാപ്പ് വരും. അപ്പൊ എം ആൻഡ് ക്യൂ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ 1, 2, 3 ആർ ആൻഡ് പി ഇവിടെ കൊടുക്കാം. എം ആൻഡ് ക്യൂ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ എന്നുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ടിക്ക് ശേഷമാണ് എസ് കാറ് ബ്രിങ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കണ്ടീഷനും വരും. ഓക്കെ, ഹൂ ബോട്ട് ദ കാർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എം, എമ്മിന് ശേഷം ആരാണ് മേടിച്ചിരിക്കുന്നത്? എസ് ആണ്. എസ് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. ദ വൺ ഹൂ ബോട്ട് ഓൺ 25th June കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ആൻസർ. നമുക്ക് നോക്കാം. യെസ്, അതാണ് ആൻസർ. കണ്ടോ, QNTRMSO അതാണ് ആ ഒരു പസിലിന്റെ ആൻസർ. പസിൽ അല്ല, സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, ദെൻ അതൊരു 5 ക്വസ്റ്റ്യൻ കാണും. അതിന്റെ സബ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ഇനി എന്താണ്? അടുത്ത ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. സർക്കുലർ ടേബിൾ സച്ച് ദാറ്റ് സം ഓഫ് ദം ആർ ഫേസിംഗ് സെന്റർ വൈൽ സം ഓഫ് ദം ആർ ഫേസിംഗ് ഔട്ട്സൈഡ്. അപ്പോൾ നമുക്ക് 2 എണ്ണം, ഞാൻ എപ്പോഴും 2 എണ്ണം വെച്ചാണ് വരയ്ക്കുന്നത്. കാരണം എന്താണ്, എന്തെങ്കിലും മിനിമം എന്താണെങ്കിലും 2 പോസിബിലിറ്റി കാണും. സോ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആദ്യം ബേസിക് ആയിട്ട് നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് 2, 4, 6, 8 ഇത് ബേസിക് ആയിട്ട് ചെയ്തു വെക്കുക ക്വസ്റ്റ്യൻ മൊത്തം വായിക്കുന്നതിന് മുൻപ്. A and F, H sits third to the left of A, who sits immediate right of F. Both A and F face opposite direction. അപ്പോൾ ഇവിടെ നമുക്ക് ഏതിന്റെ ആണെങ്കിലും ഡയറക്ഷൻസ് നമുക്ക് അറിയത്തില്ല. എച്ച് സിറ്റ്സ്, അപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനെ നമുക്ക് ഇൻസൈഡ് ആയിട്ടും ഇവിടുത്തെ കേസിൽ ഔട്ട്സൈഡ് ആയിട്ടും കൊടുക്കാം. തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ എന്നാണെങ്കിൽ എച്ചിന് ഇവിടെ കൊടുക്കാം. തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ എന്നാകുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. ദെൻ എ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ് ആണെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. കാരണം എക്ക് ഇവിടെ 2 എണ്ണം ഉണ്ടല്ലോ, 2 പോസിബിലിറ്റി പിന്നെയും വരയ്ക്കേണ്ടി വരും. അപ്പൊ അടുത്ത ലൈൻ എന്താണ് പറയുന്നത്? ബോത്ത് എ ആൻഡ് എഫ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ എയും എഫും ഓപ്പോസിറ്റ് ഡയറക്ഷനും. എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് എഫും. അതായത് എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് എ ഹൂ സിറ്റ്സ്, അപ്പൊ എ ആണ് പ്രതിപാദിക്കുന്നത്, എച്ചിനെ അല്ല. എ ഹൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്. എ എന്ന് പറയുന്ന എ ഹൂ സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്. അപ്പൊ എമ്മിന് ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. അപ്പൊ എഫിന് ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. എഫും ഇൻസൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള പറ്റില്ല. അപ്പൊ എഫ് ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നുള്ള ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഔട്ട്സൈഡ് ആയതുകൊണ്ട് എഫിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ബോത്ത് എഫ് ആൻഡ് ഡി സിറ്റ്സ് അഡ്ജസന്റ് ടു ഈച്ച് അതർ ആൻഡ് ഫേസസ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എച്ച്. എഫ് ആൻഡ് ഡി സിറ്റ് അഡ്ജസന്റ്. അപ്പൊ എഫും ഡിയും അഡ്ജസന്റ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ എന്താണ്? ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എച്ച്. അപ്പൊ എച്ചിന്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. ദ നമ്പർ ഓഫ് പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് സി വെൻ കൗണ്ടഡ് ഫ്രം ദ റൈറ്റ് ഓഫ് ജി ഈസ് 1 ലെസ് ദാൻ നമ്പർ ഓഫ് പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഇ വെൻ കൗണ്ടഡ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ജി. ജി ഈസ് നോട്ട് ഫേസിംഗ് സെന്റർ എന്ന് പറയുന്നുണ്ട്. സി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്നും പറയുന്നുണ്ട്. സി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ തമ്മിലുള്ള ഗ്യാപ്പ് 1 ആയിരിക്കണം. സി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. അപ്പൊ ബിനെയും സിനെയും നമുക്ക് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെയോ അങ്ങനെയോ തിരിച്ചോ മറിച്ചോ കൊടുക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ജി ആൻഡ് ഇ. ഇപ്പൊ ജി ആൻഡ് സി എന്ന് പറയുന്ന 1 ലെസ് ആണ് ജി ആൻഡ് ഇ. അപ്പൊ ജി ആൻഡ് സി, ഇവിടെ ജി കൊടുക്കുവാണെങ്കിൽ ഇവിടെ 0 ആണ്. അപ്പൊ 1 ലെസ് എന്ന് പറയുമ്പോൾ 1 വരാൻ പാടുള്ളൂ ജി ആൻഡ് ഇ തമ്മിലുള്ള ഗ്യാപ്പ്. ഇപ്പൊ നമുക്ക് ഇവിടെ ജി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സീനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജീനെ ഇവിടെ കൊടുത്താലും പറ്റില്ല. സിയും ബിയും തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ വരുള്ളൂ. സിയും ബിയും തമ്മിലുള്ള ഗ്യാപ്പ് C sits second to the left of B. E faces opposite direction of E's immediate neighbors but does not sit adjacent to both H and A. ഓ, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. എച്ചിനും എയ്ക്കും അഡ്ജസന്റ് അല്ല. അപ്പൊ എച്ചിനും എയ്ക്കും അഡ്ജസന്റ് അല്ല. ഈ ഇവിടെ വരും. ഓക്കെ, എച്ചിനും എയ്ക്കും അഡ്ജസന്റ് അല്ല. എച്ചിനും എയ്ക്കും അഡ്ജസന്റ് അല്ല. സോ ഈ ഇവിടെ വരും. ഓക്കെ, ദെൻ എന്താണ് പറയുന്നത്? F and D and faces the direction. F and D sits adjacent to each other and faces the direction opposite to that of H. അപ്പോൾ F and D adjacent ആണ്, H ന് ഓപ്പോസിറ്റ് ആണ്. H ന് ഓപ്പോസിറ്റ് 2 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ ഡയറക്ഷൻ സെയിം ആയിരിക്കുള്ളൂ. അതായത് എഫിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഡിയുടെ ഡയറക്ഷനും, എഫിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഡിയുടെ ഡയറക്ഷൻ. അപ്പോൾ എച്ചിന്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അത്രയും വരെ കിട്ടി. ദെൻ അടുത്ത എന്താണ്? ഈ ഫേസസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഈസ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ബട്ട് ഡസ് നോട്ട് സിറ്റ് അഡ്ജസന്റ് എച്ച് ആൻഡ് എ പറഞ്ഞു. ഈ ഫേസസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈയുടെ നെയ്ബേഴ്സിന് ഓപ്പോസിറ്റ്. അപ്പൊ ഈ നെയ്ബേഴ്സ് രണ്ടും ഒരുപോലെ ആയിരിക്കണമല്ലോ. അപ്പോൾ നെയ്ബറിന് ഓപ്പോസിറ്റ് ആണ്. നെയ്ബേഴ്സ് രണ്ടും ഒരുപോലെ, നെയ്ബറിന് ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ വന്നു. അപ്പോൾ ഇത്രയും വന്നു. ദെൻ നമുക്കുള്ള അടുത്ത എന്താണ്? അപ്പൊ സി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. അപ്പൊ ബിയുടെ ലെഫ്റ്റിൽ നിന്നും സെക്കൻഡ് ആണ് സി എന്നുള്ളത് ഇവിടെ വന്നു. കാരണം ബി ഇവിടെ ഓൾറെഡി ഔട്ട്സൈഡ് ആണല്ലോ.
അങ്ങനെ വന്നു. ദെൻ ജി ഇവിടെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ, ഇനി ജി മാത്രമേ ലെഫ്റ്റ് ഉള്ളൂ, ജി കൊടുക്കുവാണെങ്കിൽ ഫേസിങ് സെന്റർ അല്ല, അപ്പം ഔട്ട്സൈഡ് ആണ്. ദെൻ the number of persons sitting between G and C when counted from the right of G is 1 less than the number of persons sitting between G and E. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അല്ല. ഇങ്ങോട്ട് വരുമ്പോൾ സിയും ബിയും ആണ്. ഇവിടെ ഒരാളുടെ ഗ്യാപ്പിനിടയിൽ സിനെയും ബിനെയും കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ സി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി ആണെങ്കിൽ ബിയുടെ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ് ആണ് സി എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇവിടെ ജിയും സിയും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജി ഇൻസൈഡ് അല്ല, ജി ഔട്ട്സൈഡ് ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ദെൻ 2, 4, 6. The number of persons sitting between G and C when counted from the G is 1 less than when counted from the right of G. Wait, എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, നോക്കട്ടെ. Persons G and E when counted, G is not facing C, second to the left of B. ബിയുടെ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ് ആണ്. ഓക്കെ, ഇങ്ങനെ തിരിച്ചും ആക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, സി സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്നാണെങ്കിൽ ഇവിടെ ബി ആണെന്നുണ്ടെങ്കിൽ ബിയുടെ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ് സി, ഇങ്ങനെയും കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ദെൻ ജീനെ നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ജിയും സിയും തമ്മി 2, ജിയും ഇയും തമ്മി 3. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇവിടെ കറക്റ്റായി. നമുക്കിവിടാണ് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നത്. ഞാനിവിടെ ബി കൊടുത്തു, പക്ഷേ അവിടെ സി വേണം. ഞാൻ ആ ഒരു ബി സിറ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഇതിലാണ് ചിന്തിച്ചത്. പക്ഷെ ഇനെ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജീനെ ഇവിടെ കൊടുത്തു. ദെൻ ഓക്കെ, അത് തെറ്റാണ്, ഇതാണ് കറക്റ്റ്. ജിയും സിയും തമ്മിൽ 2, ജിയും ഇയും തമ്മിൽ 3. ഓക്കെ, ജിയുടെ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ജി ഇയും തമ്മിൽ 3. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? ബിയിൽ നിന്നും എയുടെ പൊസിഷൻ സെക്കൻഡ് ടു ദ റൈറ്റ്. യെസ്, കറക്റ്റ് ആണ്. ഏതാണ്? സി. വെയിറ്റ്, number of persons sitting between G and C when counted from the right of G is 1 less. Wait. ചെറിയൊരു തെറ്റ് പറ്റി. ഞാൻ ലെഫ്റ്റ് ഓഫ് ജി ആണ് എടുത്തത്. നമ്മൾ ഇവിടെ ബിയും സിയും ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ദ നമ്പർ ഓഫ് സി സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്നാണെങ്കിൽ ബിയുടെ ലെഫ്റ്റിൽ നിന്ന് സെക്കൻഡ് ആണ് സി എന്ന് പറഞ്ഞു. ജി ഇവിടെ കൊടുത്തു. ജിയുടെ റൈറ്റിൽ നിന്നും 2. യെസ്, കറക്റ്റ് ആയി. നമ്പർ ഓഫ് പേഴ്സൺ റൈറ്റ് ഓഫ് ജിയിൽ നിന്നും 1 പേഴ്സൺ ആണ്. റൈറ്റ് ഓഫ് ജിയിൽ നിന്നും 2 ആണ്. റൈറ്റ് ഓഫ് ജിയിൽ നിന്ന് ഇ വരെ 3 ആണ്. ഓക്കെ, ഇതല്ല ശരി, ഇതാണ് കറക്റ്റ്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് എന്താണ്? ഒരു 6 സ്റ്റോറി ബിൽഡിങ്ങിലുള്ള ഒരു ഫ്ലാറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോർസ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ. ഓക്കെ, അപ്പോൾ 6 സ്റ്റോറി ബിൽഡിംഗ് ആകുമ്പോൾ 5, 4, 3, 2, 1. ഓക്കെ, 4, 3, 2, 1. എബോവ് 1 നമ്പേർഡ്. പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സയൻസ് ഫിക്ഷൻ, ഡ്രാമ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. n lives on an even numbered floor below 2 likes angry men. above floor 2 ആണ് n. അപ്പോൾ എന്നിന് ഇവിടെ കുറേ പോസിബിലിറ്റീസ് വരുന്നുണ്ട്. n എബോവ് 2 ആണ്. അതുപോലെ തന്നെ എന്നിന് എന്താണ് ഇഷ്ടം? ആൻഡ് ലൈക്സ് ആംഗ്രി മെൻ. ആംഗ്രി മെൻ ആണ് ഇഷ്ടം. ഓക്കെ, ആംഗ്രി മെൻ ആണ് ഇഷ്ടം. അടുത്തത് only 2 persons live between n and 1 who likes drama. 2 പേരേ ഉള്ളൂ എന്നിനും ഡ്രാമയ്ക്കും ഇടയിൽ. എന്നിനും ഡ്രാമയ്ക്കും ഇടയിൽ 2 പേര്. 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 ഓക്കെ, ക്യൂ lives immediately above drama. immediately above drama എന്ന് പറയുമ്പോൾ ഇതില്ല. ക്യൂ lives immediately above drama. ക്യൂ lives immediately above drama. ക്യൂ lives immediately above drama. അടുത്തത് more than 1 person live between Q and 1 who likes western. more than 1, അപ്പോൾ 1ൽ കൂടുതൽ 2, മിനിമം 2. വെസ്റ്റേൺ ഒന്നെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം. more than 1 എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഇവിടെ വരും 2 എണ്ണം. more than 1 എന്ന് പറയുമ്പോൾ 2 വേണമല്ലോ, വെസ്റ്റേൺ ഇവിടെ വരാം. ഓക്കെ, അവിടെ മാത്രം 2 പോസിബിലിറ്റി ഉണ്ട്. അടുത്തത് നമ്പർ ഓഫ് പേഴ്സൺ ലിവിങ് എബോവ് L is 1 less than below K. K does not live above L.
അപ്പോൾ എല്ലിന് താഴെയാണ് കെ. ഈവൻ നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് ബിറ്റ്വീൻ one who likes back to the future and one who likes doku drama. The one who likes science fiction lives above the one who likes back to future. P neither likes western nor drama. അപ്പോൾ പിക്ക് ഡ്രാമയും ഇഷ്ടമല്ല വെസ്റ്റേൺ ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ പോസിബിലിറ്റീസ് വേണ്ടാത്ത ഒരു കേസ് ഉണ്ടല്ലോ, അതിലോട്ട് ആദ്യം, അതായത് ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പം രണ്ടെണ്ണം ഇല്ലാത്തടത്ത് ആദ്യം നമുക്ക് നോക്കാം. കുറച്ചുകൂടെ വൃത്തിക്ക് വരയ്ക്കണം. ഓക്കെ, വേണ്ട. വെയിറ്റ് N ആംഗ്രി ബേർഡ്, അതുപോലെ ഇത് ക്യൂ എന്ന് എടുക്കാം, ഇത് ഡ്രാമ ആക്കാം. ഈ ഒരു ഇത് കളയാൻ വെയിറ്റ്. ഓക്കെ, ബെസ്റ്റ് ആണ് N. ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കും. സിക്സ് പേഴ്സൺസ് ലിവിങ് ഓൺ ഡിഫറെൻറ്റ്. ഓക്കെ, 6 പേഴ്സൺസ് ആണെന്ന് പറയുന്നുണ്ട്. 5 4 3 2 1. 5 4 3 2 1. അടുത്തത് N lives on an even numbered floor above second floor എന്ന് പറയുന്നുണ്ട്. അപ്പോൾ N ഇവിടെ, N ഇവിടെ, N ഇവിടെ, N ഇവിടെ, ഇങ്ങനെ പോകും. Then only 2 persons live within N and drama. N-നും ഡ്രാമയ്ക്കും ഇടയിൽ 2 പേർ. 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 ഓക്കെ, Q lives immediately above drama. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ഇതില്ല. ഓക്കെ, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. Q lives immediately above drama. 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 More than one person live between Q and one who likes western. More than one person എന്ന് പറയുമ്പോൾ more than one person, Q and one who likes western. More than one person പറയുമ്പോൾ 2 അല്ലെങ്കിൽ 3, രണ്ടെണ്ണം വരാം. western, Q and western, Q and western, Q and western. Okay, അടുത്തത് number of person living above L is 1 less than below K. above L 1 less ആണ് below K. above L 1 less ആണ് below K. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ K ഇവിടെ വരാം. L ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 K ഇവിടെ വരാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. K does not live above L. അപ്പോൾ K below L ആണ്. ഓക്കെ, above L is 1 less than. അപ്പോൾ L ഇവിടെ വന്നാൽ K ഇവിടെ വരില്ല. L 1 ആണെന്നുണ്ടെങ്കിൽ K ഇങ്ങനെ വരാം ഒരു ഓപ്ഷൻ. ദെൻ L ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 2K ഇവിടെ വരാം. നമ്പർ ഓഫ് പേഴ്സൺ ലിവിങ് എബോവ് ഇങ്ങനെ വന്നാൽ K ഇവിടെ വരാം. ഓക്കെ, ദെൻ L ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 2 1 2 3 L ഇവിടെ വരാൻ പറ്റില്ല. L ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1 ലെസ് ആണ്, അപ്പോൾ K ഇവിടെ വരാം. L ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1 ആണ്, അപ്പോൾ 2K ഇങ്ങനെ വരാം. ഓക്കെ, ഇങ്ങനെയാണ് അത് വന്നത്. ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ ലിവിങ് ബിറ്റ്വീൻ വൺ ഹു ലൈക്സ് ബാക്ക് ടു ദ ഫ്യൂച്ചർ ആൻഡ് ഹു ലൈക്സ് ഡോക്കു ഡ്രാമ.
ഡോക്കു ഡ്രാമയ്ക്കും ബാക്ക് ടു ദ പേഴ്സണിനും ഇടയിൽ ഇത്രയും പേരുണ്ട്. ഈവൻ നമ്പറാണ്. വൺ ഹു ലൈക്ക് സയൻസ് ഫിക്ഷൻ ലീവ്സ് എബവ് ബാക്ക് ടു ഫ്യൂച്ചർ. ബാക്ക് ടു ഫ്യൂച്ചർ പി നെയ്തർ ലൈക്സ് വെസ്റ്റേൺ. ഓക്കെ, പി ഇവിടെ ഉണ്ട്. പി നെയ്തർ ലൈക്സ് വെസ്റ്റേൺ നോ ഡ്രാമ. നമ്മൾ ഡ്രാമ ഇവിടെ പോയി. എൻ ലീവ്സ് ആംഗ്രി മെൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ ലീവ്സ് ആംഗ്രി മെൻ ആണ്. അതുപോലെ തന്നെ എൻ ആൻഡ് വൺ ഹു ലൈക്സ് ഡ്രാമയ്ക്കിടയിൽ 2 പേരാന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ ആൻഡ് വൺ ഹു ലൈക്സ് ഡ്രാമ, എൻ ആൻഡ് വൺ ഹു ലൈക്സ് ഡ്രാമ. അതിൽ പി നെയ്തർ ലൈക്സ് വെസ്റ്റേൺ നോർ ഡ്രാമ. അപ്പൊ ഈ ഒരു ഇതേ അങ്ങ് പോയി. ഓക്കെ, ഇതങ്ങ് പോയി. ദെൻ ഓക്കെ, വെസ്റ്റേൺ ഇവിടെയാണ്. ഓക്കെ, അതുപോട്ടെ. കെ ഡ്രാമ. ദെൻ എല് ഇവിടെ വന്നു കഴിഞ്ഞാൽ കെ എൽ കെ ക്യു പി. പി ഡ്രാമ വരില്ല, അപ്പോൾ പി ഇവിടെ വരില്ല, അപ്പോൾ പി ഇവിടെ വരാം. എൻ അവിടെ ആണ്. വെസ്റ്റേണിന് പി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പി ഇവിടെ വരാം, പി ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ദെൻ ഈവൻ നമ്പർ ഓഫ് വൺ ഹു ലൈക്ക് സയൻസ് ഫിക്ഷൻ ലീവ് എബോവ് വൺ ഹു ലൈക്സ് ബാക്ക് ടു ഫ്യൂച്ചർ. ബാക്ക് ടു ഫ്യൂച്ചറിന് എബോവ് ആണ് സയൻസ് ഫിക്ഷൻ. അതുപോലെ തന്നെ ബാക്ക് ടു ഫ്യൂച്ചറിന് എബോവ് ആണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നുണ്ട്. ബാക്ക് ടു ഫ്യൂച്ചറിന് എബോവ് ആണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈവൻ നമ്പർ ഓഫ് ബാക്ക് ടു ഫ്യൂച്ചറിനും ഡോക്കു ഡ്രാമയ്ക്കും ഇടയിൽ ഈവൻ നമ്പർ ഓഫ് പേഴ്സൺ. അപ്പോൾ ഇവിടെ ബാക്ക് ടു ഫ്യൂച്ചർ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരില്ല, സോ അത് കട്ട് ചെയ്ത് കളയണം. ബാക്ക് ടു ഫ്യൂച്ചറും ഇതും വരില്ല ഇവിടെ. അതുപോലെ തന്നെ ബാക്ക് ടു ഫ്യൂച്ചർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വന്നാൽ അതും പറ്റില്ല, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആ ഒരു ഓപ്ഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ബാക്ക് ടു ഫ്യൂച്ചറിന് എബോവ് ആണ് ഇതെന്നുണ്ടെങ്കിൽ അപ്പോഴും നടുക്ക് ഓഡ് നമ്പർ ഓഫ് പീപ്പിൾസ് ആണ് വരുന്നത്, അത് പറ്റില്ല. ബാക്ക് ടു ഫ്യൂച്ചറിന് ഇടയിലാണ് എന്ത്, ബാക്ക് ടു ഫ്യൂച്ചറിന് എബോവ് ആണ് എന്ത്, സൂപ്പർ സയൻസ് ഫിക്ഷൻ ആണ്. അതുപോലെ തന്നെ ബാക്ക് ടു ഫ്യൂച്ചറിനും ഡോക്കു ഡ്രാമയ്ക്കും ഇടയിൽ 2 പേരും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഓപ്ഷൻ. ഓക്കെ, എൻ എൽ ക്യു കെ പി വെസ്റ്റേൺ അങ്ങനെ വരുന്ന ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് ഫൈനൽ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. N angry men, L docudrama, Q a science fiction, K drama, then P back to future, M western. Okay, ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. Then 22 വരെയാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പസിൽസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്ന് ഈ ഒരു SBI POയുടെ റീസണിങ്ങിന്റെ സെക്ഷനിലെ പസിൽസ് ആണ് നമ്മൾ ക്ലിയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രീ വർക്കൗട്ട് ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ്, ചെറുതായിട്ട് പാനിക് ആയതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒന്ന് മിസ്സായി പോയത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.